എല്ലാവർക്കും സ്വാഗതം. ആശ്രയത്തിലെ വോളണ്ടിയേഴ്സിനും ടീച്ചേഴ്സിനെയും അതേമാതിരി നമ്മുടെ സോഷ്യൽ വർക്ക് ട്രെയിനീസിനെയും എല്ലാവരെയും ഞാൻ ഒന്നും കൂടി ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് ആശ്രയം പ്രസിഡന്റ് ആയിട്ടുള്ള അരവിന്ദാക്ഷ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സാമൂഹ്യ പ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികളായിട്ടുള്ള സ്നേഹം നിറഞ്ഞ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള നിങ്ങളേവർക്കും ആശയത്തിൻ്റെ ഈ ഒരു വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. നിലവിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചുമതല ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ ചെറുപ്പമായിട്ടുള്ള 3 വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. ശരിയല്ലേ? അപ്പം ഞാനതിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇന്നും യുവത്വത്തിൻ്റെ ആവേശം വിതറുന്ന ഞങ്ങളുടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അധ്യാപകനുണ്ട്, രാജമാഷ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജമാഷ് ഒരു പക്ഷേ നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അനുഭവിക്കുന്നതാണ് കുറേ കൂടെ യോഗ്യം. വിദ്യാഭ്യാസ മേഖലയിൽ കൊല്ലങ്കോട് രാജമാഷിൻ്റെ പേര് പതിയാത്ത ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 25-25-ലധികം വർഷക്കാലമായിട്ട് കൊല്ലങ്കോട് വിദ്യാഭ്യാസ മേഖലയിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് രാജമാഷ്. ഒട്ടനവധി ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉന്നത മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആശയത്തിൻ്റെ ജ്യോതിർഗമയ വിദ്യാഭ്യാസ പദ്ധതിക്കും അതുപോലെ തന്നെ ആശയം തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതികൾക്കെല്ലാം തന്നെ ഒരു തണൽ അല്ലെങ്കിൽ കൂടൊരുക്കിയത് മാഷാണ് ആദ്യം. ഇപ്പോഴും നമ്മുടെ ആദ്യത്തെ സംരംഭം ജ്യോതിർഗമയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഷട്ടർ മാഷിൻ്റെ സ്ഥലത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറേ കൂടെ മികച്ചൊരു ക്യാമ്പസിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ തുടക്കം, ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കം രാജമാഷിൻ്റെ സ്ഥലത്തു നിന്നാണ്. അതിലുപരി ആശയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്തും ഊർജവും ഒക്കെയാണ് രാജമാഷ്. അപ്പോൾ രാജമാഷ് കൂടുതൽ അദ്ദേഹം തന്നെ പറയും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട 2 പേരുണ്ട്. 2 പേരെന്ന് പറയുന്നത് 2 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരാളാണ്. ഒന്ന് മായൻകുട്ടിയേട്ടൻ്റെ സഹധർമ്മിണി സതിയാണ്ടി. 2 പേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഭാഗം ആയതുകൊണ്ട് പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ പേരാണ് ഇവര്. വളരെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചിട്ടുള്ളത് റെയിൽവേയിലാണ്, ഇന്ത്യൻ റെയിൽവേയിലാണ്. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾ, ആധ്യാത്മിക മാർഗമാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള ഒരു മേഖല. പക്ഷേ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി കോളനികളും മറ്റിതര വിഭാഗങ്ങളെയും സേവനത്തിലൂടെ അവരുടെ വീടുകളിലേക്ക് ആഹാര കിറ്റുകൾ എത്തിക്കുക, അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ കൊടുക്കുക, സ്വതന്ത്രമായിട്ട് ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഒട്ടനവധി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദമ്പതികളാണ് മായൻകുട്ടിയേട്ടനും സതിയാണ്ടിയും. സേവനത്തിൻ്റെ ഒരു പക്ഷേ നമുക്കൊക്കെ കാണുന്ന ദൃഷ്ടാന്തത്തിന് അപ്പുറമാണ് അവരുടെ പ്രവർത്തികൾ. പാലക്കാട് ഒട്ടനവധി സാമൂഹിക പ്രവർത്തന പ്രസ്ഥാനങ്ങളിൽ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് മായൻകുട്ടിയേട്ടനും സതിയാണ്ടിയും. പാലക്കാട് കാരുണ്യ ജെറിയാട്രിക് പ്രായമായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനും അതിന് വേണ്ടുന്ന ഒട്ടനവധി ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. പാലക്കാട് തന്നെ ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള സൊസൈറ്റിയുടെ സ്ഥാപക അംഗമാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിൽ ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവിഭാജ്യ ഘടകമാണ് അവർ 2 പേരും. അവരുടെ ഇനിയുള്ള ജീവിതം ആശയത്തോടൊപ്പം ജീവിച്ച് തീർക്കാനായിട്ട് ഇവിടെ എത്തുകയും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ അവരെ പരിചരിക്കാനുള്ള ഒരു കേന്ദ്രം എന്നുള്ള സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ മായൻകുട്ടിയേട്ടനും സതിയാണ്ടിയും എത്തിയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ അവരുടെ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് ആ കെട്ടിടം ചെയ്യുന്നത്. ആ കെട്ടിടം അവരുടെ കാലശേഷം ആശ്രയം നോക്കി നടത്താനുള്ളതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ അവരുടെ സമ്പത്ത് മുഴുവൻ ആശ്രയത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് സേവനം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ സമ്പത്ത് മുഴുവൻ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കാണിച്ചിട്ടുള്ള മനസ്സ് നമ്മൾ കാണുന്നതിനപ്പുറം ആണത്. അപ്പോൾ ഈ 3 പേരെ
ഈ പറയുന്ന രീതിയിൽ എല്ലാ പ്രവൃത്തികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സായിരിക്കുന്നത് സഹകരിക്കുകയാണ്. അപ്പൊ ഈ 3 പേരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ റോൾ. അപ്പൊ ഇവരെ 3 പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തത് ഉണ്ണിസാറിന്റെ പേരിലോട്ട് വിളിക്കുന്നു. സൈഡിൽ നിന്ന് social workers, the master of social workers. My heart നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു പാട്ട് പോയത് അല്ലെങ്കിൽ വരുമ്പോഴേ എന്നെ ഈ വൃദ്ധദിനത്തിൽ എനിക്ക് ഈ ആദരവൊക്കെ തന്നത് എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാൻ വൃദ്ധനൊന്നുമല്ല, അന്നിപ്പോൾ എനിക്ക് വേണ്ട. ഞാൻ ഐ ആം ദി യങ്ങസ്റ്റ്. അപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തമാശ ഞാൻ കഥകൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് MSW തെരഞ്ഞെടുത്തത്? അത് നിങ്ങൾ പറയണം. വാട്ട് ഈസ് ദ റീസൺ യു ചൂസ് ടു സ്റ്റഡി MSW? അത് പറയൂ, കേൾക്കട്ടെ. ധൈര്യം വേണം, അപാരമായി. കാരണം എൻ്റർ ഇൻ ദ സൊസൈറ്റി, ഹാർട്ട് ഓഫ് സൊസൈറ്റി. ആ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് മാർസിൻ ഗോർക്കി എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ, കേട്ടിട്ടുണ്ടോ? ഗോർക്കിയെ കേട്ടില്ലേ? നിങ്ങൾ എന്ത് പിള്ളേരാണ്? മാർസിൻ ഗോർക്കി എന്ന റഷ്യൻ എഴുത്തുകാരൻ യൂണിവേഴ്സിറ്റീസ് ആർ മൈ യൂണിവേഴ്സിറ്റി, അല്ല സോറി, സ്റ്റീറ്റ്സ് ആർ മൈ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ കാരണം തെരുവുകളാണ് എൻ്റെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ കാരണം വളരെ വൈവിധ്യമാണ് മനുഷ്യജീവിതം. ഒരു തെരുവിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയേക്കാൾ കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ട് നിങ്ങൾ MSW എടുത്തു? അപ്പോൾ യു ഹാവ് സം കൈൻഡ് ഓഫ് സോഷ്യൽ മൈൻഡ്. നിങ്ങളോ? സൊസൈറ്റി എന്തെങ്കിലും സേവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അതാ ജോലിക്ക് വേണ്ടിയാണോ? നിങ്ങൾ ഇവിടെ കാണുന്ന ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ആശ്രയത്തിൻ്റെ അധികവും MSW-കാരാണ്. മനസ്സിലാവില്ല നിങ്ങൾക്ക്? സമൂഹമായി ശരിക്കും റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത്. നിങ്ങളുടെ ശശിയേട്ടൻ ആരാ? അതിൻ്റെ ഭാര്യ ആരാ? അവരൊക്കെ MSW ആണ്. അത് ചെയ്തു തോന്നില്ല. പ്രാക്ടിക്കലി BC നഴ്സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ MSW വിദേശത്ത്. പക്ഷേ ഈ ലെറ്റേഴ്സ് വേണമെന്ന് മാത്രം. അത് പഠിച്ചാൽ ധാരാളം ചാൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ വാട്ട് ഈസ് സോഷ്യോളജി? വർക്കല്ല, എന്താണ് സോഷ്യോളജി? എന്തെങ്കിലും പറയേണ്ടത് പറയും. യു ആർ ദ മാസ്റ്റേഴ്സ്. ടെൽ മീ. Tell me about it. അറിയില്ല. The scientific study of society. The scientific study of society.
അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ട് അതിൽ പഠിക്കാൻ. സൈക്കോളജി ഇല്ലേ? ഉണ്ടാ? സോഷ്യോളജി ഇല്ലേ? പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കൽ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ് സോഷ്യോളജി. അതാണ് നിങ്ങൾ ശാസ്ത്രീയമായി തന്നെ സമൂഹത്തെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴേ നിങ്ങൾ പഠിക്കുന്നത് അന്വർത്ഥമാവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. ഒരു ജോലിക്ക് വേണ്ടി ഇത് പഠിച്ചാൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കോളേജുകൾ സന്ദർശിച്ചു? പോയിട്ടില്ല. നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾ ക്യാമ്പിലാണ്. ഇവിടെ വരുന്ന കുട്ടികൾ അവരൊക്കെ പോയിട്ടുണ്ട് പലരും. ഇനി മറ്റൊരു ചോദ്യം, നിങ്ങളുടെ ഈ സബ്ജക്റ്റുമായി നമ്മളുടെ ഒരു സബ്ജക്റ്റ് വളരെയേറെ അഭേദ്യമായി റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാ ഒരു സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഏതാ? സൈക്കോളജിയേക്കാൾ കൂടുതലുണ്ട് ഒരെണ്ണം. സൈക്കോളജി റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നു. History is the subject which is related to sociology too much. മനസ്സിലാവില്ല? ഹിസ്റ്റോറിയാണ്, സ്റ്റോറി അല്ല. ഹിസ്റ്റോറി അവൻ്റെ കഥ. അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. ഹിസ്റ്ററി ഹിസ്റ്റോറിയാണ്, അവൻ്റെ കഥയാണ്. അത് യഥാർത്ഥമായ ചരിത്രം ആണെന്ന് പറയാൻ വയ്യ. നിങ്ങൾ പഠിച്ചത് മുഴുവൻ രാജാക്കന്മാരുടെ കഥകളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു താജ്മഹലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കഥ ഓർമ്മ വരും? ഷാജഹാനും അതല്ലേ ഓർമ്മ വരുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ 20,000 തൊഴിലാളികൾ 20 കൊല്ലം പണിയെടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എത്ര എഞ്ചിനീയേഴ്സ്, എത്ര ശില്പികൾ, മറ്റുള്ളവർ, എത്ര മൃഗങ്ങൾ അവരുടെ കൈവിരൽ വെട്ടിയെടുത്തു ഷാജഹാൻ. ഓവി വിജയൻ എന്ന് എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടോ? വിജയന്റെ ഒരു പ്രശസ്തമായ ബുക്കാണ് ധർമ്മപുരാണം. കേട്ടിട്ടുണ്ടോ? ദ സാഗ ഓഫ് ധർമ്മപുരി. കേട്ടില്ല? പഠിച്ചിട്ടില്ല? എന്താണ്ടി പിള്ളേരെ നിങ്ങൾ. അതില് ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെ. എന്നെ ഞാൻ തെറി പറഞ്ഞു വിചാരിക്കാൻ പാടില്ല. ആ ചാപ്റ്ററിലെ കാര്യം ഞാൻ പറയുന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രജാപതിക്ക് തൂറാമുട്ടി. ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രജാപതിക്ക് തൂറാമുട്ടി. അയാൾ വല്ലാത്ത വിമർശം കൊണ്ട് പതുക്കെ ബിസിനസ്സിലേക്ക് അകത്തളത്തിലേക്ക് നടന്നു. നഗ്നായി. എല്ലാവരും കൂടിയിട്ടുണ്ട്. അവിടെ ഒരു സ്വർണത്തിന്റെ വലിയ ചെമ്പുകലം വെച്ചിരുന്നു, ഉരുളി. അതിൽ നഗ്നായ ആൾ കുന്തിച്ചിരുന്നു. മുക്കി മുക്കി ഒരു തീട്ടക്കണ്ടി പുറത്തേക്ക് വലുത്. പിന്നെയും മുക്കി രണ്ടാമത് ഒരു തീട്ടക്കണ്ടി പുറത്തേക്ക് വന്ന് ചെറുത്. ഇതിൽ സത്യത്തിൽ കീരിപ്പുഴു വരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം വിദേശ പത്രപ്രതിനിധികൾക്കായിരുന്നു ഊഴം. അവർ നോക്കി, ആ തീട്ടത്തിനടുത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വണ്ടർഫുൾ വണ്ടർഫുൾ. രണ്ടാമത് ഇന്ത്യൻ പത്രപ്രതിനിധികൾക്കായിരുന്നു ഊഴം. അവരെ അടുത്ത് വന്ന് അല്പം എടുത്ത് തൊട്ട് കുമ്പിട്ടു. ആദ്യം ഭഗവാൻ എന്നിട്ട് അല്പം എടുത്ത് നാവിനും നെറ്റിയിലും വെച്ചു. നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്താണ് അർത്ഥം? What is the meaning of this allegory? ഇതൊരു അലിഗറിയാണ്. What is the meaning of this allegory? What do you think about it? സംസ്കാരം. പറയൂ. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സാധനമാണ് തീട്ടം. നികൃഷ്ടമാക്കപ്പെട്ട മനുഷ്യന്റെ വിസർജനം ആണോ? ഇതിന് മേലെ മറ്റൊന്നില്ല. മാറുന്ന സാധനം അത് ആരാ ഓടിയത്? പ്രജാപതി. പ്രജാപതി
എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥ ഭരണാധികാരി. ആദ്യം ആർക്കും ഒഴിവ് കൊടുത്ത് വിദേശ പത്രപ്രതിനിധികൾക്ക്, രണ്ടാമതോ ഇന്ത്യയിൽ പറഞ്ഞു. അതാണ് ഇന്ത്യൻ ചരിത്രം. പ്രജാപതി തൂറിയ തീർത്ഥമാണ് ഇന്ത്യൻ ചരിത്രം. നിങ്ങൾ പഠിച്ചതാ തന്നെയാണ്, റിയൽ അല്ല. നിങ്ങൾ റിയൽ ഹിസ്റ്ററി പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചും മിക്കവാറും ലോകത്തെ സംബന്ധിച്ചും ഹിസ്റ്റോറിയ. രാമായണമേ നമ്മൾക്കുള്ളൂ, ഉണ്ടോ? എന്നാൽ രാമായണത്തിൽ ഏറ്റവും ദുഃഖിച്ചതാരാ? കണ്ണീർ പൊടിച്ചതാരാ? I'm thinking, my dear, I always think the waters which flow through Gangai, Yamuna, even Gayatri also, the tears of Indian woman. നിങ്ങളുടെ കണ്ണ് നീരാ, അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം. അതിനാവട്ടെ നിങ്ങളുടെ സോഷ്യോളജി പഠനം സയന്റിഫിക്കലായി നിങ്ങളുടെ അച്ഛനും അമ്മയെയും പെങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിന്നും നിങ്ങൾക്ക് സാറാസിലേക്ക് വഴിമാറാൻ കഴിയണം. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ കണ്ടിരിക്കുന്നു, വ്യാപാരമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ സാറാസിലേക്ക് വരുമ്പോഴോ പറ, എനിക്കിപ്പോ പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ കാണാം. എന്നാ പ്രസവിക്കുന്നില്ലേ? ഉണ്ട്. ആ തന്റെ ഇടം നിങ്ങളുടെ വർക്കിലൂടെ, നിങ്ങളുടെ പഠനത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം. യു ഷുഡ് ബി ഗ്രോ as an individual, as a backbone individual. You need a backbone. ഒരാളെ ആശ്രയിക്കാത്ത, ഈവൻ നിങ്ങൾക്ക് ഭർത്താവുണ്ടെങ്കിലും ആശ്രയിച്ചോ, കുഴപ്പമില്ല, അയാളെ വെറുക്കാൻ ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ബോൺ ഉണ്ടാവണം. എന്നാലേ ഈ പഠനം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും കുട്ടികളോട് ഒന്ന് പറയാറുണ്ട്, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 84 എന്റെ ഭാര്യ കൊണ്ടുപോയി കുളിച്ചിട്ടുള്ള പഠിക്കുക. അന്ന് അവളുടെ കൂടെ 2 പെൺപിള്ളേർ വന്നു, അവളുടെ ഫ്രണ്ടുകൾ, അവളുടെ കൂടെ അവളുടെ കല്യാണത്തിന്. അതിലെ ഒരു കുട്ടി, ഇവളുടെ 2 വയസ്സിന് മൂത്തതാ ഒരു കുട്ടി, വളരെ കാശേഷം BEd ഒക്കെ എടുത്ത് രാത്രി വന്ന് ചേർന്നു. ടീച്ചർ, ഞാൻ എൻ്റെ സ്കൂൾ അവിടെയാണ്, ഞാൻ മുംബൈയിലൊക്കെ ഒന്ന് സ്കൂളൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഞാൻ കാണും. ഇപ്പം കുട്ടിയെ ആരെ ആ ടീച്ചർ നിങ്ങൾ നോക്കിയാ കാണാൻ പാടില്ല. അപ്പോഴും കാരണം അവളുടെ ഹെൽത്തിനും ഇതില്ല, സ്റ്റൈൽ ഇതില്ല, ഒക്കെ മനോഹരമാണ്. പക്ഷെ എൻ്റെ കെട്ടിയവൾ ഓരോ കൊയ്ത്ത് കഴിയുമ്പോഴും പറഞ്ഞു പോകണം. ഒരു 2 മാസം കഴിയുമ്പോൾ എൻ്റെ ഭാര്യ കണ്ടക്കാളിയാവും. എന്താ കണ്ടക്കാളി പറഞ്ഞ? സാധാരണ സ്ത്രീയായി ഓർഡിനറി ഊണായി മാറും. എന്റെ ഭാര്യനെ കണ്ടാൽ അവളുടെ അമ്മയാണെന്നും ടീച്ചറുടെ. എന്തുകൊണ്ട് ടീച്ചർക്ക് ആ സൗന്ദര്യം നിലനിർത്താൻ കഴിഞ്ഞു? എന്തുകൊണ്ട് കഴിഞ്ഞു? എന്റെ ഭാര്യയ്ക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ടീച്ചർക്ക് ബാക്ക് ബോൺ ഉണ്ട്. 10,000-50,000 രൂപ ഒരു മാസം അവർക്ക് ആരുടെ ശുപാർശയില്ലാതെ ശമ്പളം കിട്ടും. എന്റെ ഭാര്യയ്ക്കോ എന്നെ ഡിപ്പെൻഡ് ചെയ്യണം. മനസ്സിലാവുണ്ടോ? ആ ഡിപ്പെൻഡിങ് ഒന്ന് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവും. ആ ഇൻഡിപെൻഡന്റ് ആയാൽ നിങ്ങൾ ഹെൽത്തും വെൽത്തും സൗന്ദര്യവും ഏറെക്കാലം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങളും ഒരു സീരിയെ പോലെ നിങ്ങളുടെ അമ്മയായി മാറും. നിങ്ങളുടെ അമ്മ എങ്ങനെയോ അങ്ങനെയാവും. വീട്ടിൽ ആരാ ഏറ്റവും കൂടുതൽ പ്രഗത്ഭൻ? നിങ്ങളുടെ വീട്ടിൽ അധികാരി ആരാണ്? എൻ്റെ വീട്ടിൽ ഞാനാ. എൻ്റെ വീട്ടിലാരാ?
അച്ഛനാണ്. അച്ഛൻ പറയുന്നതാണ് അമ്മ കേൾക്കുക. അല്ലാതെ പറയാൻ പറ്റുമോ? അമ്മ അച്ഛൻ്റെ ഒരു പാർട്ടായിരുന്നു. അച്ഛന് വേണ്ടി വെച്ചു വിളമ്പി, അച്ഛൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ പ്രസവിച്ചു, അതിന് തീറ്റവും മൂത്രം വാരി അച്ഛന് സൂക്ഷിക്കാൻ കിടന്നും കൊടുത്തു. അതാണ് നിങ്ങളുടെ അമ്മ. ആണോ? റിയലായിട്ട് റേഷണലായി തിങ്ക് ചെയ്യുന്നുണ്ടോ? ആണോ? അതിൽ നിന്നും ഒരു വ്യത്യസ്ത ഭാവം, ഒരു വ്യത്യസ്തമായ വഴി നിങ്ങൾക്കുണ്ടാവും എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നീ വേണം ടൈം പ്രശ്നത്തിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ വളരെ രസകരമായിട്ട് അദ്ദേഹം ക്ലാസ് എടുത്തു. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ഇങ്ങനെ ഒരു വേദി നമ്മൾക്ക് ഉണ്ടാക്കി തന്ന നമ്മുടെ ആശ്രയത്തിൻ്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് നന്ദി പറയണം. നമ്മളൊക്കെ MSW എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കുറച്ചൊരു വിഷമം കാണുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ളിനുള്ളിൽ അതുണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയാണ്ടല്ല, സാധിക്കാത്തതുകൊണ്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ. ഇപ്പം ഈ ആശ്രയം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരൊക്കെ MSW 50% പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 75% പഠിക്കാത്ത ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഞാൻ MSW കോളേജിലൊന്നും പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അരുവി ഇത്രത്തോളം പറഞ്ഞത്? ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ്. കോളേജിൽ പോയിട്ടുള്ള ലെറ്റർ മാത്രമല്ല, ഇപ്പോഴത്തെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു 80% പോരാ എന്നുള്ളതാണ് ഇപ്പോൾ സാറിന് ഉത്തരം പറയാത്തതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു സംശയം. ഉണ്ടാവട്ടെ, കൂടുതലാവട്ടെ. അപ്പോൾ ഇത്രയും ഈ 20% MSW ആശ്രയം ഗ്രൂപ്പും 75% MSW ഇല്ലാത്ത കുറേ ചെറുപ്പക്കാർ ഈ ഉഷാറായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ കോളേജും അപ്പുറത്ത് വരാൻ പോണ സ്ഥാപനം അതിനോടനുബന്ധിച്ചിട്ട് ഇതിന് എല്ലാം കൊണ്ടും നടത്തിക്കൊണ്ട് പോകണം. അപ്പം നമ്മളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമടം പിടിച്ച് നടക്കുന്നതിൽക്കാൾ നിങ്ങൾ MSW-കാരാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്യണമെന്നല്ല, ഈ ജീവകാരുണ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. വ്യക്തിത്വം തെളിയിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇതൊക്കെ ഈശ്വര ചൈതന്യം കൊണ്ട് വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കണ്ട് നമ്മളോട് സങ്കടം MSW ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ബോധ്യം വരും. ഇവരെന്തെങ്കിലും സോഷ്യലായിട്ട് ഒരു മൈൻഡുള്ളവരാണെന്ന് തോന്നും. അവർ നമ്മളെ സമീപിക്കും. മോളെ എനിക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം, അങ്ങനെ എങ്ങനെയാണെന്നെങ്കിലൊക്കെ പറയും. പക്ഷെ നമ്മൾ പഠിപ്പിൻ്റെ കൂടെ ഈ മൈൻഡ് ഉള്ളിലില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും എനിക്ക് പാലക്കാട് പോകാൻ സാധ്യമല്ല, ഞാൻ വന്നിട്ട് നോക്കാം, വീട്ടിൽ പോയിക്കോളി പറയും. അത് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചൊന്നും വരില്ല. അപ്പോൾ നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും അവരെയും കൂട്ടി അതിൻ്റെ കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു വിദ്യ. അപ്പോൾ അത് കൂടുതലും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഈ സർവേശ്വരൻ ദീർഘായുസ്സ് തരട്ടെ. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും വൈഫും 2 പേരുള്ളൂ, കുട്ടികളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ പേര് പറഞ്ഞതെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് എല്ലാവരും കുട്ടികളാണ്, നിങ്ങളൊക്കെ കുട്ടികളാണ്. അപ്പോൾ അതിൽ ശിഷ്ട ജീവിതം ഏകദേശം ഒരു 10-30 കൊല്ലം മുന്നേ ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടപ്പോൾ എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യണമല്ലോ എന്നുള്ള ഒരു ബോധം ഉള്ളിൽ വരികയും ചെയ്തു. അത് തനിയെ വന്നതാണ്. വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ MSW പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുത്തത്. നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നമുക്ക് ജീവിക്കാനുള്ളത് മാത്രം മാറ്റി ബാക്കിയുള്ളതിന് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ധാരണ 2 പേരും വന്നു. പുള്ളി പാചകത്തിൽ വളരെ വിദഗ്ധയാണ്, PhD-യിലേക്ക് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അവർ വരിക, അങ്ങനെ ഓരോരോ ഭാഗത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും, ഞങ്ങളുടെ നാട്ടിലും മറ്റുള്ളവരൊക്കെ. അങ്ങനെ കുറേ ഓർഗനൈസേഷൻ ഞങ്ങളെ ബുക്ക് ചെയ്തു. അതിൽ പെട്ടതാണ് നമ്മുടെ ആശ്രയം ഗ്രൂപ്പ്. ഇവരും നമ്മളെ ബുക്ക് ചെയ്തു. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ല ആരെങ്കിലും പറഞ്ഞ പോലെ കുറേ ഓർഗനൈസേഷൻ എനിക്ക് ഞങ്ങൾ താമസിച്ചുകൊണ്ടുണ്ട്. ഞാൻ റിട്ടയറിന് ശേഷം കാരുണ്യ തിരയാടിക് സെൻ്ററിലാണ് താമസിച്ച്, കരിങ്കരപ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 8 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി അതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർക്ക് കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾ പഠിച്ചു പോകാന്ന് വയ്ക്കുക, നിങ്ങളൊരു വ്യക്തി നിങ്ങളെ തോന്നിയിട്ട് അത് പഠിച്ചെന്നുള്ള അതിനെക്കൊണ്ട് ഗുണമില്ല തോന്നിപ്പോയി എന്താവും? പഠിച്ചതിനും ഗുണമില്ല, ആ വ്യക്തിക്ക് ഗുണമില്ല, നിങ്ങളുടെ ഒന്നും ഒരു ബന്ധമില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയറായിട്ട് ഇതിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇത് നല്ലൊരു ഫീൽഡാണ്. നമ്മുടെ ഇന്നത്തെ ഈ കൊറോണ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മളെ തല്ലുകയില്ല.
നമുക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ കുടുംബത്തിനും വരില്ല. അതാണ് ഇതിൻ്റെ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളിപ്പോൾ എനിക്ക് 70 വയസ്സായതുകൊണ്ട് 63 വയസ്സ്. ഇതുവരെയും അങ്ങനെ ഒരു ആവലാതിയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായി. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? നമുക്ക് വേണ്ടിയല്ല എന്ത് ചെയ്യണത്, ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആണ്. അപ്പോൾ അതുകൊണ്ട് ആരും നമ്മളെ ശ്രദ്ധിക്കും? ആര് ശ്രദ്ധിക്കും? മറ്റുള്ളവർ, മുകളിലുള്ള ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ശ്രദ്ധ മതിയല്ലോ നമുക്ക്, അല്ലേ? നമ്മൾ ആരും സർട്ടിഫിക്കറ്റും വേണ്ട, സമ്പാദ്യം വേണ്ട, പണം ഒന്നും വേണ്ട. ഉള്ളിൽ മേലെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കും. അപ്പോൾ അതിന് കൈയും കാലൊന്നും മുടങ്ങാതെ ആരോഗ്യത്തോടെ നിങ്ങൾ സാറ് പറഞ്ഞ പോലെ ഭർത്താവ് പറഞ്ഞാലും ഭർത്താവിനോട് നമുക്ക് സൗമ്യമായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാം. എല്ലാവർക്കും ദീർഘായുസ് പോകാൻ തരട്ടെ. നിങ്ങളെ പോലുള്ള സ്റ്റുഡൻറ്റിനെ കണ്ട് എന്താ പറയുക, ഞങ്ങളിലേക്ക് ആശീർവദിക്കാൻ നിങ്ങൾക്ക് ഈ സന്ദർഭം എല്ലാവരും ഞങ്ങളുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്രയത്തിന് ഇനി വരാൻ പോകുന്ന സ്ഥാപനങ്ങളും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വൈവിധ്യമാർന്ന രീതിക്കുള്ള പ്രക്രിയകളിലൂടെ നമുക്ക് കടന്നു വരുന്നുണ്ട്. എന്നുവെച്ചാൽ അറിവിന്റെ വിവിധ മേഖലകളിലൂടെ. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ രാജേട്ടനെയും മായൻകുട്ടിയേട്ടനെയും സഹിച്ചേച്ചിയും ഒക്കെ ഒന്ന് ആദരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ നമ്മളെല്ലാവരും കൃതാർത്ഥരാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹമാണ് അവർക്ക് പങ്കുവെക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം, ശരീരം കൊണ്ട് ഈ അവസ്ഥയിലാണെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒരുപക്ഷെ നമ്മളെക്കാളെല്ലാം എത്രയോ ചെറുപ്പത്തിലാണ് അവർ. ശരിയല്ലേ? ഒരു വിപ്ലവത്തിന്റെ വീര്യം ഈ ശരീരത്തിന്റെ അകത്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. യെസ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ രാധാകൃഷ്ണേട്ടൻ. പഴയകളം രാധാകൃഷ്ണൻ ഏട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ അറിഞ്ഞത് ശ്രീ KG യേശുദാസ് അവകളിലൂടെയാണ്. വളരെ മാതൃകാപരമായിട്ട്, എന്നുവെച്ചാൽ ആർക്കും അനുകരിക്കാവുന്ന മാതൃകയിൽ പൂർണ്ണമായും പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതി അവലംബിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഭക്ഷണം ഉണ്ടാക്കി അത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 15 വർഷത്തിലധികമായി ഈ മേഖലയിൽ തന്നെ അടിയുറച്ച് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണേട്ടൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉണ്ട്, അതുപോലെ മക്കളുണ്ട്. ആ കുടുംബത്തോടെ മൊത്തം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാധാകൃഷ്ണേട്ടൻ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം, ഈ അടുത്ത കാലത്താണ് വിരമിച്ചത്, അതിന് മുന്നും ഈ കൃഷി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ജീവിത മേഖല. അതുപോലെ പൂർണ്ണമായിട്ടും പുറത്ത് വന്നതിന് ശേഷം പൂർണ്ണമായും ഈ കൃഷിയിലേക്ക് ഇറങ്ങുകയും ഇതിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി പ്രകൃതി ജീവന പ്രക്രിയകളിലൂടെ കടന്നു അതിൻ്റെ പരിശീലന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഒരു കയ്യടിയോടുകൂടി ഞാൻ വീട്ടിൽ നിങ്ങളുടെ ഏത് സംശയം ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തെക്കുറിച്ച്, നിങ്ങളുടെ ടേസ്റ്റ്, ഫ്ലേവേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ. അതിൽ ഞങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ, അതുപോലെ നിങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കടന്നുപോയി. പക്ഷെ എങ്കിലും എന്തുകൊണ്ട് ഭക്ഷണം, എന്താണ് ഭക്ഷണം, എന്താണ് നമ്മുടെ ശരീരവും ഭക്ഷണം തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അനുഭവത്തിലൂടെ പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ മേഖലയിലൂടെ സംസാരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ പൂർണ്ണമായിട്ട് ജൈവ കൃഷിയെക്കുറിച്ച്. ഓക്കെ, ചോദ്യോത്തര രീതിയിലേക്കാണെങ്കിൽ ആവാം. അത് കഴിഞ്ഞ് പ്രൊമോഷനായി ക്ലർക്കായിട്ട് ഇത് ചെയ്തു. അപ്പം അങ്ങനത്തെ രീതിയൊക്കെ നോണായിരിക്കുന്നത് ഫുള്ളായിട്ട് രണ്ടും കഴിക്കാം. കൂടുതലിഷ്ടം നോണില്ല അല്ലേ? നോൺ കഴിച്ചാലുള്ള ദോഷങ്ങൾ എന്താണെന്ന് അറിയാം. ഇപ്പോൾ ദോഷമൊന്നുമില്ല, ഇല്ല, ഉണ്ടാവും, കാര്യമില്ല, അത് ആരോഗ്യിക്കാറില്ല. നമ്മൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത്? സമാധാനവും രോഗമില്ലാത്ത ഒരവസ്ഥയാണ് വേണ്ടത്, അല്ലേ? അതുണ്ടാവാറുണ്ടോ? ഇല്ല. ഇപ്പോഴും രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ആകുലത ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അതിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നോണം ഒഴിവാക്കുക ആദ്യം. സാധിക്കില്ല. ജീവിതത്തിൽ
സാധിക്കില്ല അല്ലേ? പക്ഷെ സാധിക്കും. നമുക്കൊരു അനുഭവം വരണം അല്ലേ? ഒരു അനുഭവം വരണം. നമുക്ക് എവിടെ പോയിട്ടും ഒരു രോഗം മാറിയില്ല പറയാൻ നമ്മൾ എന്താ ചെയ്യുക? മാറുന്നത് എവിടെയെന്ന് പറഞ്ഞിട്ട് പോണത്. അത് അവസാനമേ നമുക്ക് നാച്ചുറോപ്പതിയിലേക്ക്, പ്രകൃതി ജീവനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഇതാണ് മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഒരു പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് ഈ ഒരു വഴി കിട്ടിയില്ലായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു വഴികൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴി തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അല്ലേ? ഇപ്പം നോൺ ആദ്യം ഒഴിവാക്കുക. പിന്നെ കഴിക്കേണ്ട ഭക്ഷണ രീതിയാണ്. ഇപ്പം നമ്മൾ കൊറോണയൊക്കെ വരുന്നുണ്ടല്ലോ. കൊറോണ എന്തിനാ ജനങ്ങളെ ഇങ്ങനെ പേടിക്കുന്നത്? പ്രതിരോധശേഷി കുറവ് അല്ലേ? അപ്പോൾ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? വിറ്റാമിൻ ഇത് കഴിക്കണം. വിറ്റാമിൻ ഗുളികകളെടുത്ത് കഴിക്കണം. വാക്സിൻ എടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 3 നേരവും ഈ വാക്സിൻ ഗുളികകൾ തന്നെ കഴിച്ചിട്ട് ജീവിച്ച പോരെ? ആഹാരമാണ് വേണ്ട അല്ലേ? ഈ ഗുളികയിൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ മുഴുവൻ മാറുമോ? വാക്സിൻ എടുത്തിട്ട് 2 ഡോസും കഴിഞ്ഞവർക്കും ഇത് വരുന്നില്ല, കൊറോണ വരുന്നില്ല. അപ്പോൾ വാക്സിൻ ഗുണകരമാണോ അല്ലേ? ചെറുതായി. അപ്പം നമ്മൾക്ക് ആദ്യം എന്താ വേണ്ടത്? പ്രതിരോധ ശേഷി വേണം. അതിനെന്താ കഴിക്കേണ്ടത്? പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിക്കുക. അപ്പം നമ്മൾ ചെറുപ്പക്കാർ ഉറപ്പായിട്ട് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ അല്ലേ? ഇഷ്ടംമാതിരി നമ്മൾ കഴിക്കുന്നത് ഒരു നേരം. അതിനിപ്പോൾ നമ്മൾ ആപ്പിളോ ഓറഞ്ചോ അങ്ങനെയുള്ള സാധനമൊന്നും പറയുന്നില്ല. വെറും നമ്മുടെ നാടൻ പഴങ്ങളിൽ വളയം കുടമ്പഴം മൈസൂർപൂവൻ അങ്ങനെയുള്ള സാധനങ്ങൾ അത് നമ്മൾക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അതൊരു നേരം മാത്രമാക്കുക. താനേ വരുന്നവർക്ക് ഇമ്മ്യൂണൈസേഷൻ പവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം. വൈകുന്നേരത്താണെങ്കിൽ വൈകുന്നേരം, ഉച്ചയ്ക്കലാണെങ്കിൽ ഉച്ചയ്ക്ക്, കാലത്താണെങ്കിൽ കാലത്ത്. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ മേലെ 2 പഴം കഴിക്കുകയല്ല വേണ്ടത്. ഒരു നേരം ഫുള്ളായിട്ട് അത് മാത്രം കഴിക്കും. ഒരു നേരം നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ ആ നേരം വെറൈറ്റി ആയിട്ട് കഴിക്കാം. അതാണ് ആദ്യം പറഞ്ഞത് നോൺ വെജ് മാറ്റാൻ പറഞ്ഞത്. ആദ്യം നോൺ വെജ് മാറ്റുക, എന്നിട്ട് ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക. നോൺ വെജ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവാം. സ്ഥിരം നമ്മൾ അതിന് അഡിക്റ്റ് ആയാൽ നമുക്ക് അതിലൊന്നും കിട്ടില്ല. ഈ നോൺ വെജിൽ ഒരു എന്താ പറയുക, ഒരു സാധനമില്ല, വേസ്റ്റ് സാധനമാണെന്നാണ് പറയുന്നത്. ഒന്നാമത് അത് ശവമാണ്. ജീവനുള്ള സാധനം എല്ലാവരും കഴിക്കേണ്ടത്. മരിച്ച ഒരു സാധനത്തിനല്ല നമ്മൾ കഴിക്കുന്നത്. അതേസമയം പച്ചക്കറികളിലും പഴങ്ങളിലും ജീവനുള്ള സാധനങ്ങളാണ് അല്ലേ? അത് കഴിക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന് വ്യത്യാസം വരും. മറ്റേത് പറഞ്ഞ ഒരു മൃഗീയ സ്വഭാവം ഉണ്ടാവും. മൃഗങ്ങളും കഴിക്കും അല്ലേ? ഉണ്ടാവില്ലേ? ഇല്ല. അത് പരീക്ഷിച്ച് നോക്കിയാലേ ഭക്ഷണം മാറ്റി നോക്കിയാൽ ഈ നോൺ ഉപേക്ഷിച്ച് ഈ മറ്റേ നമ്മൾ വെജിറ്റേറിയനിലേക്ക് കടന്നാൽ തന്നെ ഒരു വ്യത്യാസം വരും. അതിൽ ഒരു നേരം പഴവും കൂടി ആക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും ഉപരി വ്യത്യാസം വരും. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു എന്താ പറയുക, മനസ്സിനൊരു സമാധാനമുണ്ട്. നമ്മളെ മറ്റേ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ടല്ലോ, പാലും മുട്ടയാണ് ഏറ്റവും പോഷക ഗുണമുള്ള ആഹാരം. ആര് പറയുന്നത്? ഇല്ലില്ല. നമ്മൾ പുസ്തകത്തില് പാലും സമീകൃത ആഹാരം പറയുന്നത് മുട്ടയും പാലുമാണ് നമുക്ക് പറയുന്നത്. പക്ഷെ കുട്ടികൾക്കൊക്കെ പറയില്ലേ എന്തെങ്കിലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇറച്ചി മീനൊക്കെ കൊടുത്തോളൂ, പ്രോട്ടീനൊക്കെ നല്ല ഡോക്ടർമാര്. പനി വന്നാൽ ഒന്നും കഴിക്കാനേ പാടില്ല. അല്ല, പെട്ടെന്ന് ഇങ്ങനെ പനി വരുമ്പോ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണ് പനി ചിക്കനും മീനൊക്കെ കുറച്ച് കൊടുത്തു തുടങ്ങും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ 2-3 എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് അല്ലേ? കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ മാസ്ക് തന്നെയാണ് അല്ലേ? മാസ്ക്
ധരിച്ചാൽ ഗുണമാണോ ദോഷമാണോ? എങ്ങനെയാണ് ഇത് രണ്ടും? ദോഷം തന്നെയാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ പുറത്തേക്ക് വിടുന്നത് വിസർജനമാണ്. ശരീരത്തിൻ്റെ ഒരു വിസർജനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിന് പകുതി തിരിച്ച് തന്നെ നമ്മൾ വലിക്കുക. നിങ്ങൾ വൈകുന്നേരം വരെ മാസ്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? അല്ലേ? വരുന്നില്ല. ഇതെന്തുകൊണ്ട് നമ്മുടെ സമ്പർക്കമായി? അപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു മാസ്കിൻ്റെ കാരണത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ വെളിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറസ്റ്റും ഇതൊക്കെ വരും. നമ്മളെ മനസ്സിലാക്കുക, കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വേണ്ട ശിക്ഷ അവിടെയല്ലേ, പൊതുജനത്തിൻ്റെ ഇടയിൽ പോകുമ്പോഴല്ലേ ഉള്ളൂ. നമ്മൾ ബാക്കിയുള്ള സമയമുണ്ടല്ലോ, മനസ്സിലായില്ലേ? പിന്നെ വേറൊന്ന് ആഹാര രീതി. ആഹാര രീതിയിൽ എന്തായാലും നമ്മളെ പേടിക്കാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആഹാര രീതി മാറ്റിയേ പറ്റൂ. ഞങ്ങൾക്കൊന്നും മരണത്തെ കുറിച്ച് ഭയമില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മരണമുണ്ട്. അതുവരെ നമുക്ക് എന്ത് വേണം? സമാധാനം, മനസ്സമാധാനം വേണം. രോഗം ഇല്ലാത്തൊരവസ്ഥയും വേണം. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ പ്രകൃതി ജീവനത്തിലൂടെ പോകും. പിന്നെ അതിൽ വേറൊരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ ഭക്ഷണ സാധനങ്ങൾ, അത് പ്രത്യേകിച്ചും ഓർഗാനിക് രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇന്നത്തെ കാലഘട്ടം പോണത് കൂടുതൽ മരുന്നിലൂടെയാണ്. നമ്മൾ കഴിക്കുന്നതും മരുന്നാണ്. ഈ ഇതിൽ ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ മരുന്നാണ് ഉപയോഗിക്കുന്നത്. അത് മനുഷ്യൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ വളർത്തണമെങ്കിൽ മരുന്നോ രാസവളമോ ഇടാതെ വരില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ പരീക്ഷിച്ചില്ല, നമ്മൾ ചെയ്ത് ശീലിച്ചാലേ അതിനൊരു മാറ്റം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക? ഈ രാസവളം മാറ്റിയിട്ട് നമ്മുടെ സാധാരണ കാര്യങ്ങളുടെ വളം ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ടേസ്റ്റ് മാറും. നല്ല നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത്. പച്ചക്കറികൾ ഏത് വേണമെങ്കിലും മരുന്നടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തിൻ്റെ അളവ് തന്നെ കുറയും. നമ്മൾ വിഷമുള്ള ആഹാരങ്ങൾ കഴിച്ച ആ സാധനം തന്നെ നമുക്ക് ശരീരത്തിലേക്കും വരുന്നത്. ഇത് കുറേ ആകുമ്പോഴാണ് ക്യാൻസർമാരുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള മരുന്നുകൾ ആദ്യം ഒഴിവാക്കും. അത് നമ്മൾക്ക് കഴിക്കാൻ, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ കൃഷി ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഒന്നുമില്ല, ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു മൈൻഡ് പ്രിപ്പറേഷനുള്ള ഒരു ഇതാണ്. നമ്മൾ രാവിലെ വെച്ച് കൃഷി നടത്തി പോയാൽ തന്നെ നമ്മുടെ മൈൻഡിനൊരു സ്വസ്ഥത, ഒരു സമാധാനമാണ്. അപ്പോൾ അതിന് വളമൊക്കെ വെച്ച് അതിന് എന്താ പറയുക, അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം തന്നെ നമുക്കൊരു എനർജി പോസിറ്റീവ് ആക്കണം. ഇതാണ് മനസ്സിലായി? അപ്പോൾ നമ്മൾ 2 ചെടിയാണെങ്കിലും 2 ചെടി എന്തെങ്കിലും ഫലവൃക്ഷാദികൾ വെച്ച് പിടിപ്പിച്ച് അതിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ അതിൽ ഈ രാസവളവും കെമിക്കൽ മരുന്നും അടിക്കാതെ ഇതാകും. വളർത്തി നോക്കുക, അത് വരും. പിന്നെ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോൺ ഉപേക്ഷിക്കുക. ജീവിതത്തിൽ കഴിയുന്നതും ഓർഗാനിക് വെജിറ്റേറിയൻ ആക്കുക. അതിൽ എങ്ങനെയാണ് കൺട്രോളിങ് പറയും? ഒരു മനുഷ്യൻ്റെ ഭക്ഷണ രീതി എങ്ങനെ പറയുന്നത്? ഏകഭുക്തം യോഗി. ഒരു നേരം കഴിക്കണവൻ യോഗിയാണ് അല്ലേ? 2 നേരം കഴിക്കണവൻ ഭോഗി അല്ലേ? അധ്വാനിച്ചില്ല. 3 നേരം കഴിക്കണവൻ യോഗി. അതിൽ കൂടുതൽ കഴിക്കണം സമൂഹം യോഗിയാണ് അല്ലേ? നിങ്ങൾക്ക് എത്ര നേരം കഴിക്കേണ്ടത്? അറിയില്ല, കണക്കില്ല. ഏറ്റവും വലിയ യോഗികളാണ്, അതാണ് പറയുന്നത്. അപ്പം നമ്മളത് ഇനി നിങ്ങൾ കൺട്രോൾ ചെയ്യുക. എങ്ങനെ കൺട്രോൾ ചെയ്യും? അതിൻ്റെ എൻ്റെ ഭക്ഷണം രാവിലെ കുറച്ച് പച്ചക്കറികൾ കഴിക്കും. അതിൽ പകുതിയും പച്ചക്കായിരിക്കും.
ചമ്മന്തി അല്ലെങ്കിൽ സലാഡുകൾ, വേവിച്ചത് കുറച്ച് പച്ചക്കറി, അത് മാത്രം രാവിലെ ആക്കാം. ഉച്ചയ്ക്ക് പഴങ്ങൾ മാത്രം. ചെറുപഴം തന്നെ, നമ്മുടെ സാധാരണ പഴം ഉണ്ടല്ലോ, ആ പഴം ഒരു 1/2 കിലോ, ഇത്തിരി നാളികേരം ചെറുകിയിട്ട് ഇത്തിരി ശർക്കരയൊക്കെ കഴിഞ്ഞ് ഇത്, ഇല്ലെങ്കിൽ നമ്മൾ അവർ നനച്ചത് കിട്ടിയില്ല, കൊടുത്തിട്ടില്ല. അവർ നനച്ചത് അവർ ഇവിടെ കൊടുക്കാൻ പോകും. അതും ഒരു നേരത്തെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരത്തും ഫ്രൂട്ട്സ് തന്നെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അത് തന്നെ കഴിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരിയുള്ള ഈ ചെറിയ സാധനങ്ങളുണ്ട്, ഈ അവർ നനയ്ക്കുക, അതൊക്കെ വളരെ പെട്ടെന്ന് ഡൈജഷൻ ആവാൻ പറ്റുന്നത്. അതന്നെ രാത്രി പഴമാണെങ്കിൽ പഴം തന്നെ, അതിന് കുഴപ്പമൊന്നുമില്ല. അരി ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയും. അവർ കഴിക്കും. വിശക്കണം, മനുഷ്യനായ വിശക്കണം. വിശപ്പില്ലാത്തൊരവസ്ഥ ശബത്തിന് മാത്രം. വിശപ്പ് അല്ല, നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ, ബീഫും ചിക്കനും ഒക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ പച്ചക്കറി കഴിക്കണം എന്ന് പറയുമ്പോൾ ഒരാഴ്ച വേണ്ട. നിങ്ങൾ 1 മാസം 1 വർഷം എടുക്കുകയും അല്ല, അതെങ്ങനെ ഓരോ നമ്മളിപ്പോൾ ഈ 3 നേരം കഴിക്കുന്നില്ലേ, ഇപ്പം നിങ്ങൾ എത്ര നേരം ഭക്ഷണം കഴിക്കില്ല? ഇല്ല, അളവൊന്നും കിട്ടുമ്പോഴൊക്കെ തിന്നുന്നില്ല. വിശക്കുമ്പോൾ കഴിക്കാം, അത് കിട്ടുമ്പോഴൊക്കെ തിന്നും. വിശപ്പില്ലെങ്കിൽ നമ്മൾ കഴിക്കും. അതിനെ മാറ്റിയിട്ട് വിശക്കുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക. നേരത്തെ നോക്കുമ്പോൾ നമ്മൾ എത്ര ആളെ കഴിച്ചിട്ട് പോയതാണ് അല്ലേ? എന്താണെന്ന് വെച്ചാൽ അതിൽ നോക്കി ഒക്കെ വെള്ളം വഴുകി പോയ സാധനം. പക്ഷെ അത് ഒരു കേടുമില്ല. എന്തുകൊണ്ടാണത്? അതിന് മുഴുവൻ പെസ്റ്റിസൈഡ്, മറ്റേ എന്താ പറയുക, ഒന്നാമത് മൈദ നമ്മുടെ ശരീരത്തിലേക്ക് ചേരാത്തൊരു സാധനമാണ്. പക്ഷെ പൊറോട്ട മാത്രമേ നമുക്ക് വേണ്ടൂ. അത് നമ്മൾ അതിപ്പോൾ മാറ്റിയിട്ട് ഗോതമ്പ് പൊറോട്ട ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മൈദ മാറ്റിയിട്ട് ഗോതമ്പ് മാവ് കൊണ്ട് പൊറോട്ട വന്നിട്ട് അത് കഴിക്കാം, കുഴപ്പമില്ല. അതേമാതിരി തന്നെ റൊട്ടിയും ഇതും ഇപ്പോൾ ഗോതമ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചാൽ മാത്രമേ തരുവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആദ്യം ഇതിനും ഭക്ഷണ ക്രമീകരണം കുറേശ്ശെ മാറ്റിയിട്ട് വരും. ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കില്ല. നിർത്തണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള പവർ വേണം. എൻ്റെ വീട്ടിൽ ഇതേമാതിരി നമ്മൾ ക്ലാസ് വെച്ചു, നാച്ചുറോപ്പതിൻ്റെ ഒരു ഭാര്യയും ഭർത്താവും. അവർ രോഗം വന്നു 450 ഡിഗ്രി ഇതിൽ ഷുഗർ ഉണ്ടായിരുന്നു. അവർ ഹാർട്ട് ബ്ലോക്കായിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശ്രീ ചിത്രയിലും ഇവർ KG ഹോസ്പിറ്റലിലും പോയിട്ട് ഓപ്പറേഷൻ പറ്റില്ല പറഞ്ഞ് അവർ തിരിച്ച് അയച്ചൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അയാൾ ഫുഡ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന കക്ഷിയാണ്. അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ നാച്ചുറോപ്പതിനെ കുറിച്ചിട്ട് അവർക്ക് അറിയുന്നത്. അപ്പോൾ അതൊരു ക്ലാസ് കേൾക്കാനായിട്ട് അതിൻ്റെ ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു മാസം ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയും പറഞ്ഞു, ഷുഗർ കുറയും പറഞ്ഞു. അവർ അതേമാതിരി ഒരാഴ്ച കഴിയുമ്പോഴേക്കും അയാൾ കിടന്ന കിടപ്പിലുള്ള ആൾ എണിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് അത്രയും അതിന് വിശ്വാസം വന്നു. അപ്പം മൂപ്പര അതിനുശേഷം ജോലി രാജ്യത്ത് വെച്ച് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അല്ല, ഈ നാച്ചുറോപ്പതിൻ്റെ പിന്നാലെ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ക്ലാസ് കേൾക്കാൻ അറിയില്ല. അതുവരെ ഞാനും ഇതേമാതിരി ഇറച്ചി മീനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് മുഴുവൻ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും. അതിനുശേഷം പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഏകദേശം 20 വർഷത്തോളം, 57 വയസ്സിൽ ഞാൻ 10-20 അതിനുശേഷം ഞാൻ ആശുപത്രി ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ടില്ല, ആശുപത്രി പോയിട്ടില്ല. ഞാൻ മാത്രമല്ല, വീട്ടിലാരും പോയിട്ടില്ല, മക്കളൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ പനി വന്ന് നമ്മൾ എന്താ കഴിക്കുക? പാരസെറ്റാമോൾ അല്ലേ? എല്ലാവർക്കും നമ്മൾ കൈകാട്ടാണ്. പനി വന്നാൽ ഒന്നും കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ടാവുന്ന ഫുഡൊന്നും കഴിക്കണം. വെറും 48 മണിക്കൂർ കൂടുതൽ പനി നിർത്താറില്ല. പനി എന്താണെന്ന് എന്തിനാണ് താപനില കൂടുതൽ വരുന്നത്? പുറത്ത് കത്തിച്ച് കളയാൻ, ഒന്നിൽ നമുക്ക് വയറിളക്കം വരും,
ഇല്ലെങ്കിൽ ജലദോഷം വരും. ഇതിലൊന്നിലും പോയില്ലെങ്കിൽ അവസാനത്തെ ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടെമ്പറേച്ചർ ആക്കിയിട്ട് കത്തിച്ച് കളയും. നമ്മൾ അതിനെന്താ ചെയ്യുന്നത്? ശരീരത്തിന് കത്തിച്ച് കളയാനുള്ള സമയം കൊടുക്കാറില്ല. ഉടനെ 2 പാരസെറ്റമോൾ വാങ്ങിച്ചിട്ട് അതിനവിടെ തന്നെ നിർത്തുകയാണ്. ഇത് നിർത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനം ഇതിനുള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ കിടന്നു. ഈ കുറേ പ്രാവശ്യം നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? അവിടെ എന്തെങ്കിലും ഒരു രോഗം പ്രാപിക്കുക. അതാണ് മഹാരോഗങ്ങളായിട്ട് മാറുന്നത്. അല്ലേ? പനി വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ പനിക്കാൻ അനുവദിക്കുക, ചൂടാകാൻ അനുവദിക്കുക. ആദ്യം നമുക്കൊരു വായുകശപ്പ് വരും. ഇപ്പം ശരീരം അതിനൊരു മുന്നറിയിപ്പ് തരികയാണ്, നിങ്ങളൊന്നും ദയവ് ചെയ്ത് കഴിക്കണ്ട. നമ്മളെന്ത് ചെയ്യുക? അച്ചാറ് കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കും. അങ്ങനെ വെച്ചാൽ ഒന്നും കഴിക്കാതിരുന്ന കുട്ടി അണിച്ച് നടക്കണ്ടേന്നുള്ളതാണ് വീട്ടിലെ അമ്മമാർക്കും. ഒരു പേടിയും വേണ്ട. 24 മണിക്കൂറിൻ്റെ അപ്പുറം ഒരു ടെമ്പറേച്ചർ നിൽക്കാറില്ല. സിമ്പിളായിട്ട് ഇളനീർ വെള്ളവും പച്ചവെള്ളവും മാത്രം ദാഹിക്കുകയാണെങ്കിൽ കഴിക്കുക, മിണ്ടാതെ റെസ്റ്റ് എടുക്കുക. ഒരു ദിവസം കൊണ്ട് നമ്മൾ പണി മാറും. ശരിയാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഇതുണ്ടോ? ഒന്നും ചെയ്യണ്ട, ഒന്നും കഴിക്കണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ 2 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. അത് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരും, വിശപ്പ് വരും. അപ്പം എന്താണെന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസം പുളിയുള്ള പഴങ്ങളുണ്ടല്ലോ, ഓറഞ്ചോ മുസാമ്പിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ വിശപ്പ് തോന്നും. ആ വിശപ്പ് വന്നതിന് ശേഷം ആഹാരം കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ 2 ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ജ്യൂസുകൾ മാത്രം കഴിച്ചിട്ടിരിക്കുക. മനസ്സിലായില്ല? അപ്പം നമുക്ക് അപ്പം അറിയാം അതിൻ്റെ സുഖം എന്താണെന്ന്. ഇനി വന്ന് മാറിയതിൻ്റെ സുഖം എന്താണെന്നുള്ളത്. പനി വരണം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ വേറൊരു രോഗത്തിൻ്റെ ഈ നമ്മുടെ ഉള്ളിൽ ഏതൊരു വലിയ രോഗം വരുന്നു, അതിൻ്റെ ഒരു സിംറ്റംസാണ് പനി. പനിയൊരു രോഗമല്ല. ഉള്ളിലുള്ള ഏതോ നമുക്കൊരു ഈ കൊറോണ വൈറസ്, നിപ്പ വൈറസൊക്കെ പറയില്ല, ഇങ്ങനെയുള്ളൊരു സാധനങ്ങളുടെ ബോഡി നമ്മളെ ഇത് ചെയ്യണതാണ് പനി. നമ്മൾ വിചാരിക്കുക അതൊരു രോഗമാണെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. ഈ മരുന്ന് കഴിക്കുക ഏറ്റവും കൂടുതൽ ഇതായിട്ട് വരുന്നത് ഈ ഗർഭാശയങ്ങളുടെ മുഴകൾ. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ. പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാം? കിഡ്നി ഫെയിലിയർ. ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം പോണത് എന്താണെന്ന് അറിയാം? കിഡ്നി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടെങ്കിലും വലിയ സക്സസ് ഒന്നും അല്ല. 100% ഉറപ്പാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് മെഡിസിൻ കഴിയുന്നത് ഒഴിവാക്കണം. എൻ്റെ ആരെങ്കിലും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം തലവേദനയ്ക്കൊക്കെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് അല്ല? തലവേദന അത് മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് അറിയും? കോൺസ്റ്റിപ്പേഷനാണ്, മലബന്ധമാണ് തലവേദനയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണം. അത് ഒഴിവാക്കണമെങ്കിൽ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫൈബർ കൂടുതലുള്ള ഭക്ഷണം അത് കഴിക്കണമെങ്കിൽ അതിനാണ് ഈ പച്ചയ്ക്കുള്ള സലാഡുകൾ. ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി ഇതൊക്കെ കൂടിയിട്ട് മറ്റേ സ്ക്രാപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ലേശം ഉപ്പും മറ്റേ ഇത്തിരി വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർത്തിട്ട് അത് കഴിച്ചാൽ മതി. ഈ ഭക്ഷണത്തോടൊപ്പം, വേവിച്ച ഭക്ഷണത്തോടൊപ്പം അതും കൂടി ചേർത്ത് കഴിക്കുക. കഴിച്ച് നോക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അറിയും. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ സലാഡ് രൂപത്തിലുള്ള എന്തെങ്കിലും ഈ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക. പിന്നെ ഇറച്ചി എപ്പോൾ നമ്മൾ വേവിച്ച് ഭക്ഷണം കഴിക്കണോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സലാഡും കഴിക്കുക. ഈ ഫൈബർ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൻ്റെ ഒപ്പം ഒരു നേരം പഴം ആക്കുക. ഞാനും സ്ഥിരം തലവേദനയുള്ള ആളായിരുന്നു. അത് മാറിയത് ഇതിലേക്ക് വന്നതിന് ശേഷമാണ്. പിന്നെ പനി വരുമ്പോൾ നമുക്ക് ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ബോഡി ഒരുപാട് ടെമ്പറേച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം, നമ്മൾ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ തന്നെ നല്ലതാണ്. ഇല്ലെങ്കിൽ നനഞ്ഞ ഉണ്ടുണ്ടല്ലോ, അത് നമ്മുടെ ഇടുപ്പിൽ കെട്ടിയാൽ ഒരു അരമണിക്കൂർ നേരം നനച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ടെമ്പറേച്ചർ കുറയും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇതിനാണ് നമ്മൾ ലക്ഷക്കണക്കിന് നോക്കിയാൽ ആശുപത്രി കൊടുത്തിട്ട് ഒരു പനിക്ക് പോയി കഴിഞ്ഞാൽ അവർ എല്ലാ ടെസ്റ്റും ചെയ്യിക്കും അല്ലേ? ബ്ലഡ്, യൂറിൻ എല്ലാം ചെയ്യിച്ചിട്ട് മാക്സിമം അവർ പിടുങ്ങാൻ പറ്റുന്നതിനും പിടുങ്ങിയിട്ട്
വിടുകയുള്ളൂ. അത് നമ്മളെന്ത് വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മൾ വീട്ടിലിരുന്ന് അസുഖം മാറ്റാൻ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടികളാണ് ഇതൊക്കെ. മനസ്സിലായി? മെഡിക്കൽ കോളേജ് ഇപ്പോൾ ജില്ലയ്ക്ക് ഒരെണ്ണം മതി. ഈ പഞ്ചായത്തിന് ഓരോ മെഡിക്കൽ കോളേജ് വരുന്നത്. നമ്മളുടെ പോക്ക് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ. എന്നാലും മതിയാവില്ല. 4 ബേക്കറി ഉണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ബേക്കറി സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കും. അത് മുഴുവനും മൈദയാണ്. മൈദി, സാക്കരനും അങ്ങനെയുള്ള സാധനങ്ങൾ. എന്നാൽ വർഷങ്ങളായിട്ടും കേടുവരാത്ത സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കേടുവരുന്ന ഭക്ഷണങ്ങളാണ്. ഭക്ഷണം പാകം ചെയ്ത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കേടുവരാൻ തുടങ്ങും. അപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് 6 മണിക്കൂറിന് ശേഷമുള്ള ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നിവൃത്തിയൊന്നുമില്ല. നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണം, നമ്മളുടെ പഠിക്കാൻ പോണ സമയം അങ്ങനെ ആയതുകൊണ്ട് നിവൃത്തിയില്ലാതെ കഴിച്ചു പോകണം. വേവിച്ചത് പാകം ചെയ്ത ഭക്ഷണം 6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കേടുവരാൻ അതിൻ്റെ ആ ഗുണം പോകും. വേവിച്ചത് 2 മണിക്കൂർ കഴിച്ചാൽ അത്രയും ഗുണം കിട്ടും. വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ 50% പോഷണം നഷ്ടപ്പെടും. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ 100% ഗുണം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പച്ചയ്ക്കുള്ളത് സലാഡുകളുടെ രൂപത്തിലുള്ളത് കഴിക്കാൻ പറയുന്നത്. അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഇവരെ തരുന്ന വാക്സിൻ എന്താണെന്നുള്ളത് ആരെടുത്തും പറഞ്ഞിട്ടുണ്ടോ? കൊറോണയ്ക്കുള്ള വാക്സിൻ അല്ല അവർ തരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ പുതിയ അറിവ്. കൊറോണ വരുമ്പോഴേക്കും ഇവർക്ക് വാക്സിൻ 6 മാസം കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ത് വാക്സിനാണെന്ന് നമുക്കറിയില്ല. പിന്നെ എന്ത് ഇഞ്ചക്ഷൻ എടുത്താലും നമുക്ക് പനി. പോളിയോ എടുക്കുമ്പോൾ നമുക്ക് പനി വന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ശരീരത്തിൽ വേറൊരു ഇതുണ്ട്. ഏതോ ഒരു വൈറസോ ബാക്ടീരിയോ അതുണ്ട്. അതിനെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ പനി വരുന്നത്. അപ്പോൾ ഈ എന്ത് വാക്സിൻ എടുത്താലും നമുക്ക് ആദ്യം ശരീരം പ്രതികരിക്കുമ്പോഴാണ് ഈ പനി വരുന്നത്. ആ പനി വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാതെ ഇതിങ്ങനെ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് തന്നെ ഈ സാധനത്തിന് മാറ്റി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒരു 2 ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കാൻ ശ്രമിക്കുക. അത് സാധിക്കും. അതെങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കും? ഒന്നും കഴിക്കാതെ വെറും പച്ചവെള്ളം മാത്രം കഴിച്ചിട്ട് എടുക്കാൻ പറ്റും. ആ ദിവസം ഒരു ക്ഷീണം ഉണ്ടാവുള്ളൂ. ഇല്ല. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി മരിച്ചു പോകണ്ടേ? നമുക്കൊരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ഉപവാസമാണ് അല്ലേ? 10-20 ദിവസമൊക്കെ അയാൾ ഫാസ്റ്റിംഗ് ഇരുന്നുണ്ട് അല്ലേ? പേടിക്കുകയോ വേണ്ട. ഫാസ്റ്റിംഗ് ഇരുന്നാൽ മരിക്കുകയൊന്നുമില്ല. എനർജി കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എനർജി ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അപ്പം അത് സേവ് ചെയ്ത് നമുക്ക് എനർജി ആയിട്ട് കിട്ടാം. 3 നേരം ചോറിനായിരുന്ന ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് അപ്പോൾ നമുക്കെന്താ കിട്ടുള്ളൂ? അപ്പോൾ ഫാസ്റ്റിങ് ഇരുന്ന് നോക്കുക. 2 ദിവസം, മാസത്തിലെ ഒരു 2 ദിവസം ഫാസ്റ്റിങ് എടുത്ത് നോക്കി ഫുള്ളായിട്ട്. ഇല്ല, ഏതെങ്കിലും ഒരു 15 ദിവസം നമ്മുടെ ഏകാദശി ഇത് വരില്ലേ, ആ സമയത്ത് എടുത്ത് നോക്കും. എന്നിട്ട് ഇല്ല 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 പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോകും. അപ്പോൾ അവർ എൻ്റെ അങ്ങനെ പറയുന്നവർ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെയാണ് പറയുന്നത്. അത് എവിടെ പോയാലും അവർ സമ്മതിക്കേണ്ട മാസ്ക് വെക്കുന്നത് അവർക്ക് ഡേഞ്ചറാണെന്ന് പറയേണ്ടത്. പക്ഷെ സമൂഹത്തിൻ്റെ ഫൈനിനെ പേടിച്ചിട്ട് അവരിടണമെന്നേ പറയുന്നുള്ളൂ. നമുക്ക് നിവൃത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതിനെതിരെ പ്രതികരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയാണ്. കോവിഡിൽ നമ്മൾ കുറേ ഡോക്ടർമാരുടെ നമ്മൾ പറയുന്നുണ്ട് ഇതിനെതിരെ എന്തെങ്കിലും അവർ കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പെട്ടെന്നൊരു പ്രഭാതത്തിൽ കംപ്ലീറ്റ് കോവിഡിന് ഇത് എടുത്തു കളഞ്ഞു അല്ലേ? റെസ്ട്രിക്ഷനൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ ഈ വൈറസ് ഇപ്പോഴില്ലേ? ഇല്ലയോ? അല്ല, അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് മാറ്റാൻ പറ്റാവുന്നതാണോ? അല്ല. അപ്പോൾ ഈ കോവിഡ് വെക്കാൻ പറഞ്ഞത്, മാസ്ക് ധരിക്കാൻ പറഞ്ഞവരാരാണെന്ന് അറിയില്ല. ഇതിനെതിരെ വാക്സിൻ എടുക്കാൻ പറഞ്ഞവരാരാണെന്ന് അറിയില്ല.
ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മളെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടണമെങ്കിൽ നമ്മൾ ആലോചിക്കും. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ സർക്കാരിനെതിരെ നമ്മളൊരു സമരത്തിനും ഇതിനും പോയിട്ട് നടക്കില്ല. അങ്ങനെ പോണവരിന് ഇത് ആരിൻ്റെ പിൻബലത്തിലൂടെയാണ് ഈ വാക്സിൻ എടുപ്പിക്കണം എന്നുള്ളത് നമുക്കറിയാം. കഴിയുന്നതും വാക്സിൻ ഒഴിവാക്കും. അപ്പോൾ കാര്യം വരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ? വളരെ നൈസാണ്. അത് വേറെ നിവൃത്തിയില്ല. കോളേജിലേക്ക് പോകണമെങ്കിൽ ഹോം റെമഡീസിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ കോവിഡൊക്കെ. നമ്മളെ തുളസി ഇത് വെള്ളം മാസമായി ഞാൻ പറയുന്നത് വലിയ കോവിഡാണ് എന്തായാലും അപ്പോൾ ഈ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ, ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ? വേണ്ട, സാധിക്കണ്ട. നിങ്ങൾക്ക് ഒരു 30 വയസ്സാകുമ്പോഴേക്കൊക്കെ ഒരു ലെവലിൽ എത്തുന്നവരെ 30 വയസ്സാകുമ്പോഴേക്കൊക്കെ ഞാൻ വെജായിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. അതിനൊരു ജാപ്പി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചുക്ക് മല്ലി ജീരകം ഉലുവ ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് നമുക്കൊരു ജാപ്പിയാക്കി കുടിക്കും. ചായ കാപ്പി ഒരിക്കലും കഴിക്കരുത്. അത് നമുക്ക് അഡീഷനാണ്, ലഹരിയാണ് അല്ലേ? ആ സാധനം കിട്ടാതിരുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു വൈബ്രേഷനൊക്കെ വരും, ഭ്രാന്ത് വരുന്നത്. അത് ദേഷ്യം വരും. കള്ളു കുടിക്കുന്നവരുടെ സ്ഥിതിയാണ് ഈ ചായയും കാപ്പിയും. 12 മണിക്കൊക്കെ രാത്രി നേരിട്ട് ഞാൻ ചായ ചായ കിട്ടണം. ആര് വേണ്ട? ചായ ഉണ്ടല്ലോ, ചായയിൽ ഏറ്റവും കൂടുതൽ വിഷമമാണ്. ഒന്നാമത് ലഹരിൻ്റെ ചായ, ചോറ് ലഹരിയാണ്. ഒരു നേരം ആഹാരം കിട്ടിയെങ്കിൽ നമ്മളോട് ഇരിക്കാൻ പറ്റില്ല. ലഹരിയാണ്. ഫുഡല്ല, ചോറ്. അതേസമയം പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ അത് കിട്ടിയെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവർ മനസ്സിലായി. ചായയും കാപ്പിയും ഉപേക്ഷിച്ചിട്ട് അതിന് പകരം ഈ മല്ലിക്കാപ്പി ഉണ്ട്. വന്നപ്പോ നമ്മള് ലേറ്റ് ആയില്ലേ വരാന്, അപ്പൊ അന്ന് കിട്ടിയിട്ടില്ല എനിക്ക് ചായ. ഞാനിങ്ങനെ പറഞ്ഞു നടക്കുന്നത്, എന്റെ കട്ടൻ കിട്ടില്ല. നമ്മൾ വിചാരിക്കുക നാളെ നിർത്തണമെന്ന് നമ്മുടെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നോക്കിയതാണ്. ഞാൻ 20-25 ചായ കുടിക്കുന്നതാണ് ഒരു ദിവസം. പക്ഷെ എങ്ങനെ നിർത്തുന്നത് എനിക്ക് ഒരു വിവരം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് ചായയും കാപ്പിയാണ്. ഈ ചായയും കാപ്പിയും കഴിക്കുന്നതോടെ നമ്മുടെ വിശപ്പ് ഇല്ലായ്മ വരും. വിശപ്പ് പോകും. അപ്പം ചായയും കാപ്പിയും ഉപേക്ഷിക്കണമെങ്കിൽ നമ്മളെ മനസ്സൊന്ന് ഇതാക്കുക. നാളെ മുതൽ ഞാൻ കഴിക്കുന്നില്ല. ഇല്ല, അങ്ങനെ മരിച്ചു പോകുകയാണെങ്കിൽ പോട്ടെ, ഒന്നും സംഭവിക്കില്ല. ഒരു 2-3 ദിവസം നമുക്കൊരു വൈബ്രേഷൻ വരും ഈ സമയത്ത്. ആ സമയത്തിന് കിട്ടാതെ ആകുമ്പോഴാണ് നമുക്കൊരു വൈബ്രേഷൻ വരുന്നത്. അത് കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ശരിയായി പോകുന്നത്. അത്രേ ഉള്ളൂ. അതിന് പകരം നമുക്ക് ഈ ജാപ്പി വെച്ച് കഴിക്കും. വീട്ടിൽ നിന്ന് തന്നെ ശരി. എന്താണെങ്കിലും ചായ അത് വിഷം ഒഴിച്ച് വരുന്ന സാധനങ്ങളാണ്. അതിൽ എത്ര തരം വിഷം ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അതിന് കണക്ക് അറിയില്ല. ആ സാധനം വിഷമാണ് പറഞ്ഞ പിന്നെ ഈ പൊടാ വിഷമാണ് പറഞ്ഞ കഴിക്കണം. അതിനാണ് നമ്മൾ മെന്റൽ പവർ നമ്മൾ അവിടെയാണ് വേണ്ടത്. നാളെ നമ്മൾ ഉപേക്ഷിക്കണം പറയാൻ നാളെ ഉപേക്ഷിക്കുകയാണ്. പിന്നെന്തിനാണ് നമ്മൾ ഇല്ലെങ്കിൽ എത്ര നേരം കഴിക്കും? 2 നേരം ഇല്ല, ഒറ്റ നേരം കിട്ടിയാൽ മതി. വൈകുന്നേരം അല്ല, എനിക്ക് 4-5 നേരത്തെ വേണം. 5 നേരം രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, അതിന്റെ ഒരു 6 മണി, പിന്നെ ഒരു 11 മണി 12 മണി ആ നേരത്തെ രാത്രി 12 മണിക്കൊക്കെ വേണം. എനിക്ക് ഒറ്റൊരു നേരം മതി. അത് വൈകുന്നേരം കിട്ടണം. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അതിന് ജാപ്പി ആക്കി നോക്കി ചായ കുടിക്കുന്ന സമയത്ത് നമ്മളെ മല്ലിക്കാപ്പി ഈ 4-5 സാധനങ്ങൾ വെച്ചിട്ട് അതിന് ആ സമയത്ത് നമുക്ക് വെച്ച് കഴിക്കും. പക്ഷെ അതിൻ്റെ ആ ഒരു ലഹരി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് കഴിക്കണമെന്ന് നോക്കും. അത് ഒരാഴ്ച ശീലിച്ചാൽ പിന്നെ നമുക്ക് ചായൻ്റെ
നിസ്സാരം. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ചായ നിർത്തിയത്. ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ച നാളെ മുതൽ ഞാൻ കഴിക്കില്ല എന്ന്. അല്ലാതെ അവിടെ ചായ കുറച്ച് കൊണ്ടുവരികയല്ല ചെയ്തത്. നാളെ മുതൽ ഞാൻ ചായ കഴിക്കില്ല എന്ന് വെച്ചു. അതിന് പിറ്റേ ദിവസം ഞാൻ ചായ കഴിച്ചിട്ടില്ല. സമൂഹത്തിന് വേണ്ടി ഈ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നിർത്തേണ്ടത് അപ്പം തീരുമാനം എടുത്ത് നാളെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.